സ്കീമാൻ വളരെ വൈകിയാണ് ആ ഹോട്ടലിൽ എത്തിച്ചേർന്നത്. റിസപ്ഷനിസ്റ്റ് തലകുലുക്കിക്കൊണ്ട് പറഞ്ഞു, ഇവിടെ റൂമൊന്നുമില്ല, ഈ ഒരു ഡബിൾ റൂം അല്ലാതെ. അതിൽ നിങ്ങൾക്കായി ഒരു ബെഡ് അലോട്ട് ചെയ്യുന്നതിൽ അയാൾക്ക് വിരോധമൊന്നുമില്ല. നിങ്ങൾ റൂം റെൻ്റ് ഷെയർ ചെയ്താൽ മതി ഒരു ദിവസത്തേക്ക് എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, ഈ രാത്രിയിൽ നിങ്ങൾ മറ്റു ഹോട്ടലുകൾ തിരക്കിപ്പോയി തിരിച്ചു വരുമ്പോഴേക്കും ഇത് ഉണ്ടാവണമെന്നുമില്ല. ഈ നന്നേ രാത്രിയിൽ നിങ്ങൾക്ക് റൂം കിട്ടണമെന്ന് നിർബന്ധവുമില്ല. സ്കീമാൻ ആ ഓഫർ സ്വീകരിച്ചു. അതെ, ഞാൻ തയ്യാറാണ്. അങ്ങനെ ഫോർമാലിറ്റികളെല്ലാം ഫില്ല് ചെയ്ത് അദ്ദേഹത്തെ റൂമിലേക്ക് നയിച്ചു. റൂമിലെത്തിയപ്പോൾ ഒരു അസുഖകരമായ ശബ്ദത്തോടുകൂടി ഒരു പരുക്കൻ ശബ്ദം പറഞ്ഞു, ദയവായി നിങ്ങൾ ലൈറ്റ് ഓൺ ചെയ്യരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ കിടക്കയിലേക്ക് വരാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ഭിത്തിയിൽ പിടിച്ചുകൊണ്ട് 3 ചുവട് മുന്നോട്ട് വയ്ക്കുക. എന്നിട്ട് ഇടത്തേക്ക് തിരിഞ്ഞ് വീണ്ടും 3 ചുവട് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ബെഡിനരികിലെത്തും എന്ന് അയാൾ പറഞ്ഞു. കാരണം ഈ റൂമിൻ്റെ മധ്യത്തിൽ ഞാൻ എൻ്റെ ഊന്നുവടി വെച്ചിട്ടുണ്ട്. എൻ്റെ സൂട്ട് കേസിനോട് ചാരി അതൊക്കെ തട്ടി പറഞ്ഞ് താഴെ വീഴും. നന്നേ ഇരട്ടിയതുകൊണ്ട് തൻ്റെ ഉറക്കം ഡിസ്റ്റർബ് ചെയ്യുവാനായിട്ട് താൻ മറ്റൊരാളെ അനുവദിക്കില്ല എന്ന ഒരു ധ്വനി അതിനുള്ളിലുണ്ടായിരുന്നു. എങ്ങനെയും സ്കീമാൻ ബെഡിലെത്തി. അയാൾ ചോദിച്ചു, എന്താണ് ഇവിടെ വരാൻ കാരണം? സ്കീമാൻ തൻ്റെ കഥ വിവരിച്ചു. എനിക്കൊരു മകനുണ്ട്, വളരെ ഓമനത്വമുള്ള ഒരു മകൻ, എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന ഒരു മകൻ. അവൻ എല്ലാ ദിവസവും സ്കൂളിലേക്ക് വളരെ സന്തോഷവാനായി പോകും. അവന് ഒരു റെയിൽവേ ക്രോസ് കടന്നു വേണം പോകാൻ. അവൻ രാവിലെ അവിടെ എത്തുമ്പോൾ ഒരു ട്രെയിൻ കടന്നു പോകാനുണ്ടാവും. അവൻ അവിടെ നോക്കി നിൽക്കും. എന്നിട്ട് ആ ട്രെയിൻ കടന്നു പോയതിന് ശേഷം ആണ് അവൻ കടന്നു പോകുന്നത്. ട്രെയിൻ കടന്നു പോകുമ്പോൾ അവൻ എല്ലാവരെയും കൈവീശി കാണിക്കും. എന്നിട്ട് അവൻ സന്തോഷത്തോടെ സ്കൂളിലേക്ക് പോകും. പക്ഷേ ഏകദേശം 1 മാസക്കാലമായി അവൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ രാവിലെ പോകുന്ന സന്തോഷമൊന്നും കാണുന്നില്ല. അവൻ വളരെയധികം ഡിസ്റ്റർബ്ഡാണ്. എന്താണ് കാരണമെന്ന് ഞങ്ങൾക്കറിയാൻ സാധിച്ചില്ല. അപ്പോൾ ആ മുറിയിലുള്ള അപരിചിതൻ ചോദിച്ചു, എന്തായിരുന്നു കാരണം? അതെ, ഞങ്ങളും വളരെയധികം വിഷമിച്ചു. ഞങ്ങളതെന്താണെന്ന് കണ്ടെത്തി. അവൻ്റെ ഉത്സാഹമില്ലായ്മ, അവന് പഠിക്കാൻ ഇഷ്ടമില്ല, ഹോംവർക്ക് ചെയ്യാൻ ഇഷ്ടമില്ല, വീട്ടിലെത്തിയാൽ വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, അവൻ രാവിലെ എല്ലാവരെയും കൈവീശി കാണിക്കുന്നു. പക്ഷേ ഒരാൾ പോലും അവനെ തിരിച്ച് കൈവീശി കാണിക്കാറില്ല. അത് ആ കുഞ്ഞു മനസ്സിനെ വളരെയധികം നൊമ്പരപ്പെടുത്തിയിരിക്കുന്നു. ഓഹോ, അപ്പോൾ നിങ്ങൾ വന്നത് നാളത്തെ ട്രെയിനിൽ നിങ്ങൾക്കും യാത്ര ചെയ്യണം അല്ലേ എന്ന് അപരിചിതൻ ചോദിച്ചു. അതെ, എനിക്ക് ഈ ട്രെയിനിൽ യാത്ര ചെയ്യണം. എന്നിട്ട് അവനെ കൈ തിരികെ വീശി കാണിക്കണം. അങ്ങനെ എൻ്റെ മകനെ സന്തോഷവാനാക്കണം. അതാണ് എൻ്റെ ഈ യാത്രയുടെ ലക്ഷ്യം. വളരെ ചുരുക്കം പണം മാത്രം കയ്യിലുള്ള, അത്ര ദൂരത്തേക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത, പല ആവശ്യങ്ങളും മാറ്റിവെച്ച് താൻ അവിടേക്ക് വന്നത് തൻ്റെ ആ കുഞ്ഞു മകനെ സന്തോഷിപ്പിക്കാനായിരുന്നു. ശരി, അപരിചിതൻ പറഞ്ഞു, പക്ഷേ എനിക്ക് കുഞ്ഞുങ്ങളെ ഇഷ്ടമല്ല കേട്ടോ. കാരണം എൻ്റെ ഭാര്യ, അവളുടെ ആദ്യത്തെ ഡെലിവറിയിൽ തന്നെ കുഞ്ഞും ഭാര്യയും മരിച്ചുപോയി. അതുകൊണ്ട് ഒരു കുട്ടി ഉണ്ടായ സമയത്ത് എൻ്റെ ഭാര്യ എനിക്ക് നഷ്ടപ്പെട്ടതുകൊണ്ട് എനിക്ക് കുഞ്ഞുങ്ങളെ ഇഷ്ടമല്ല എന്ന് അപരിചിതൻ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും ഒരു നിദ്രയിലേക്ക് ആണ്ടുപോയി. സ്കീമാൻ വളരെ രാവിലെ എഴുന്നേറ്റു. വാച്ചിലേക്ക് നോക്കിയപ്പോൾ സ്കീമാൻ ഞെട്ടിപ്പോയി. സമയം കഴിഞ്ഞിരിക്കുന്നു. അപരിചിതൻ എങ്ങോ അപ്രത്യക്ഷനായി. ഇനി ഒരു ദിവസം കൂടെ പട്ടണത്തിൽ നിൽക്കുവാനുള്ള പണം തൻ്റെ കയ്യിലില്ല. എവിടെ നിന്നോ ഒക്കെ കഷ്ടപ്പെട്ട് ഒപ്പിച്ച പണവുമായിട്ടാണ് അയാൾ ആ യാത്ര തുടങ്ങിയത്. അയാൾ വളരെ വിഷമത്തോടുകൂടി തൻ്റെ വീട്ടിലേക്ക് തിരിച്ച് യാത്ര ചെയ്തു. പക്ഷേ വീട്ടിലെത്തിയപ്പോഴേക്കും തൻ്റെ മകൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. അവൻ വളരെയധികം ഊർജ്ജസ്വലനായിരുന്നു. അവൻ വളരെയധികം സന്തോഷവാനായിരുന്നു. അവൻ്റെ മുഷ്ടി ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഇന്ന് എന്നെ ഒരാൾ തിരികെ കൈവീശി കാണിച്ചു. സ്കീമാൻ ചോദിച്ചു, അത് കയ്യിൽ ഊന്നുവടിയുള്ള ഒരാളായിരുന്നോ? അവൻ പറഞ്ഞു, അതെ, അയാളുടെ കയ്യിലൊരു കെയിൻ സ്റ്റിക്ക് ഉണ്ടായിരുന്നു. ട്രെയിൻ മറയുവോളം
അദ്ദേഹം എന്നെ കൈവീശി കാണിച്ചു. അതിനുശേഷം ആ കെയിൻ സ്റ്റിക്കിൻ്റെ അറ്റത്ത് ഒരു ടവൽ കെട്ടി അദ്ദേഹം വീശി കാണിച്ചു. എൻ്റെ കാഴ്ച അകലുവോളം അത് തുറന്നുകൊണ്ടേയിരുന്നു എന്ന് പറഞ്ഞു. അച്ഛന് വളരെയധികം സന്തോഷമായി മകനെ കണ്ടപ്പോൾ. ഇതൊരു കഥയാണ്. ഒരു മകൻ്റെ സന്തോഷത്തിന് വേണ്ടി തൻ്റെ വളരെ അധികമായ ആവശ്യങ്ങളൊക്കെ മാറ്റിവെച്ച ഒരു മനുഷ്യൻ്റെ കഥ. ഇങ്ങനെയാണ് പല അച്ഛന്മാരും, നമുക്കിടയിൽ പല സ്കീഫാന്മാരുമുണ്ട്. ഇങ്ങനെ ഒരുപാട് അച്ഛന്മാർ നമുക്കിടയിലുണ്ട്. തങ്ങളുടെ വലിയ അത്യാവശ്യങ്ങൾ മാറ്റിവെച്ചിട്ട്, ആവശ്യങ്ങൾ മാറ്റിവെച്ചിട്ട് മക്കളുടെ സന്തോഷത്തിന് വേണ്ടി, അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന, പല ആവശ്യങ്ങളും മാറ്റിവെക്കുന്ന അച്ഛന്മാരുണ്ട്. നിങ്ങൾ പരാതി പറയുന്ന ഇന്നും ഇഡ്ഡലിയോ ഇന്നും ദോശയോ ഇന്നും പുട്ടോ എന്ന് പരാതി പറയുന്ന ഈ ഭക്ഷണ വിഭവങ്ങളൊക്കെ ഒരുപക്ഷെ അന്ന് അവർക്ക് അതൊരു ലക്ഷറി ആയിരുന്നിരിക്കാം. അവർ അനുഭവിച്ചതിനേക്കാൾ മോശം അനുഭവം നിങ്ങൾക്കുണ്ടാവരുത് എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഏറ്റവും നല്ല, അവരാൽ കഴിയുന്ന ഏറ്റവും നല്ല ഒരു ഫെസിലിറ്റി അവർ നിങ്ങൾക്കായിട്ട് ഒരുക്കി തരുന്നു. എന്നിട്ടും അവർക്ക് ലഭിക്കാതിരുന്ന പല ഫെസിലിറ്റീസും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ തരുന്നു. എന്നിട്ടും നിങ്ങൾക്ക് ജീവിതത്തിലൊന്നും ആകാൻ കഴിയാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ചെറിയ ചെറിയ നേട്ടങ്ങൾ പോലും നിങ്ങൾക്ക് സാധിക്കാൻ കഴിയാതെ വരുമ്പോൾ തകർന്നു പോകുന്ന, വാക്കുകളാൽ നിങ്ങളെ നേരെയാക്കാമെന്ന് വിചാരിക്കുന്ന പിതാക്കന്മാർ, അതിനെ, അവരുടെ ആഗ്രഹത്തെ അല്ലെങ്കിൽ അവരുടെ പരിശ്രമത്തെ ഒരിക്കലും തന്തവൈപ്പാക്കി മാറ്റിക്കളയരുത്. കാരണം അവരൊരിക്കൽ അനുഭവിച്ചത് നിങ്ങൾക്കുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ലഭിക്കാത്ത എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നത്. നിങ്ങളുടെ പിതാവ് ജീവിച്ച ഒരു സാഹചര്യമായിരിക്കില്ല ഒരു കാരണവശാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരൊരുക്കി തരുന്നത്. അതുകൊണ്ടാണ് ഉപദേശമായോ ശാസനയായോ നിർദ്ദേശമായോ ഒക്കെ അവർ നിങ്ങളിലേക്ക് പല കാര്യങ്ങളും കൊണ്ടെത്തിക്കുന്നത്. അതിനെ ഒരിക്കലും മോഡേൺ വാക്കായ തന്തവൈ ഉപയോഗിച്ച് കെടുത്തിക്കളയാതിരിക്കുക. ഓരോ അച്ഛനും ഓരോ പേരൻറ്റിങ്ങിനും പിന്നിൽ വളരെയധികം കഠിനാധ്വാനമുണ്ട്. മക്കളെ നന്നായി വളർത്താൻ മാതാപിതാക്കൾ എടുക്കുന്ന കഠിനാധ്വാനം ഒരിക്കലും കാണാതെ പോകരുത്. അത് മാതാപിതാക്കളുടെ കഠിന പരിശ്രമത്തെ അംഗീകരിക്കുകയും അവരെ അതിനുവേണ്ട വില കൊടുക്കുകയും ചെയ്ത് നല്ല ഒരു തലമുറയായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.